ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ദ വീഡിയോ. അപ്പോൾ മുടിയൊക്കെ വെട്ടി നല്ല ബോറായിട്ടുണ്ട്, എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 10,000 റുപ്പീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. സോ ഒരുപാട് പേര് നോക്കുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചാണ് ഈ ഒരു 10,000 റുപ്പീസ് ബഡ്ജറ്റ് റേഞ്ച്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പെർഫോമൻസിൽ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ, അല്ലെങ്കിൽ ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയിൽ വെച്ച് വരുന്ന സ്മാർട്ട് ഫോൺ, അതൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്മാർട്ട് ഫോൺ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തം കാണുക. നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അതിന് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ളൊക്കെ ഇടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതലും പറഞ്ഞ് ബോറടിപ്പിക്കുക. നമുക്ക് നേരെ വീഡിയോയിൽ. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്, പോക്കോ M6+. സോ നിങ്ങളൊരു നല്ല പെർഫോമൻസിന് ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഈ ഒരു പോക്കോ M6+. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് വരാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 ഹെർട്സിൻ്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 515 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 4 Gen 2 ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസറാണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 108 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഡെപ്തും 13 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 1080p 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5030 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 6+ 128GB ROM വരുന്നത് 10,499 റുപ്പീസിനാണ് വരുന്നത്. സോ ഒരു 10,500 റുപ്പീസിന് ഒരു കിടലം പെർഫോമൻസിൽ വെച്ച് വരുന്ന അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി ഒക്കെ തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഒരു പോക്കോ M6+. പിന്നെ നിങ്ങൾ കാണുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു പ്രൈസ് ആയിരിക്കില്ല, ചിലപ്പോൾ കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെതാണ്. സാംസങ് ഗാലക്സി M15 അല്ലെങ്കിൽ F06. അപ്പോൾ നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി M15ൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 90 ഹെർട്സിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സ് ഇവിടെ കിട്ടുന്നില്ല. പിന്നെ പ്രോസസറിലേക്ക് വരുമ്പോൾ മീഡിയാടെക്കിൻ്റെ Dimensity 6100+ ആണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസറാണ്. പിന്നെ ഗെയിമിങ്ങിനാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺസ് നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ പോക്കോയുടെ M6+ഉം നോക്കാവുന്നതാണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫുൾ HD 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു 10,000 റുപ്പീസ് ബഡ്ജറ്റ് റേഞ്ചിലുള്ള മിക്ക സ്മാർട്ട് ഫോൺസും 1080p 30 FPS വരുന്നത്. പിന്നെ 4K റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺസ് ഒക്കെ നോക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. സോ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 4+ 128GB ROM വരുന്നത് 10,999 റുപ്പീസിനാണ് വരുന്നത്. സോ 11,000 റുപ്പീസിന് നിങ്ങൾക്ക് ഒരു സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റിയിട്ട് ഒരു പഞ്ച് കൊടുക്കായിരുന്നു, എന്നാലും നമ്മുടെ സാംസങ് ആയതുകൊണ്ട് ഡ്രോപ്പ് നോച്ച് 10,000 താഴെ കൊടുക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയും 11,000 എന്തായാലും ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേയിലാണ് വരുന്നത്. പിന്നെ ബോക്സിനകത്ത് ചാർജറൊന്നുമില്ല, അത് ഈ ഒരു എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ആവറേജ് പെർഫോമൻസിലാണ് വരുന്നത്. അപ്പം അതൊന്നും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്കൊരു സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റെഡ്മിയുടേതാണ്, റെഡ്മി 14C 5G. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 ഹെർട്സിൻ്റെ LCD ഡിസ്പ്ലേയാണ് കിട്ടുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 4 Gen 2 ആണ്. ഈ ഒരു 10,000 റുപ്പീസിൽ ഒരു ബെസ്റ്റ് പ്രോസസറാണ്. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയൊക്കെ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5160 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 4+ 128GB ROM വരുന്നത് 9,999 റുപ്പീസിനാണ് വരുന്നത്. ഈ ഒരു 10,000 റുപ്പീസിൽ ഒരു കിടലം പെർഫോമൻസിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ് നമ്മുടെ റെഡ്മി 14C 5G. പിന്നെ ഇവിടെയും ഈ ഒരു 10,000 റുപ്പീസിൽ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, മോട്ടോ G35. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 ഹെർട്സിൻ്റെ ഫുൾ HD+ LTPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ യൂണിസോക്കിൻ്റെ T760 എന്ന് പറയുന്ന പ്രോസസറാണ്. സോ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഒരു 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു 10,000 റുപ്പീസ് ബഡ്ജറ്റ് റേഞ്ചിൽ 4K വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ബോക്സ് 114 വരുന്നത്. സോ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 4+ 128GB ROM വരുന്നത് 10,430 റുപ്പീസിനാണ് വരുന്നത്.
സോ അത്യാവശ്യം ഒരു 4K വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു നോർമൽ പെർഫോമൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്. പോക്കോ M6 Pro അല്ലെങ്കിൽ റെഡ്മി 12 5G. സോ ഈ ഒരു 10K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരിക്കലും പെർഫോമൻസിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിൽ പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 90 Hz LCD ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 4 Gen 2 ആണ്. നേരത്തെ പറഞ്ഞ പ്രോസറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലൻ പ്രോസറാണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 1080p 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ക്യാമറയ്ക്ക് അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റിക്കൊക്കെ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മോട്ടോ G35 അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 വരുന്നത്, 14 സോ നമ്മുടെ ഈ ഒരു പോക്കോ M6 Proയുടെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 4+ 128GB ROM വരുന്നുണ്ട്. 10,999 rupees വരുന്നത്. പിന്നെ നമ്മുടെ റെഡ്മി 12 5Gയുടെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 6+ 128GB ROM വരുന്നുണ്ട്. 12,230 rupees വരുന്നത്. സോ ഒരു പോക്കോ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 12,000 rupees നമ്മുടെ റെഡ്മി 12 5G നോക്കാവുന്നതാണ്. രണ്ടിലും സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQൻ്റെതാണ്. iQ Z9X അല്ലെങ്കിൽ വിവോ T3X. രണ്ടിലും സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. 6ാമത്തെ സ്മാർട്ട് ഫോൺ ആണ്, എനിക്കറിയാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു iQ Z9Xൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hz Full HD+ IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് പഞ്ച് ഹോൾ. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 1 ആണ്. സോ അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസ് ഈ ഒരു 10K ബഡ്ജറ്റ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്തും പിന്നെ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ 4K വീഡിയോസിൽ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു iQ Z9X അല്ലെങ്കിൽ നമ്മുടെ മോട്ടോ G35 ഏതെങ്കിലുമൊക്കെ പരിഗണിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 44 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. സോ ഒരു കിടിലൻ പെർഫോമൻസിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 4+ 128GB ROM വരുന്നുണ്ട്. 10,499 rupees വരുന്നത്. സോ 10,500 rupees അത്യാവശ്യം നല്ല പെർഫോമൻസിൽ വരുന്നൊരു സ്മാർട്ട് ഫോൺ, ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ iQ Z9X അല്ലെങ്കിൽ വിവോ T3X പരിഗണിക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് 10,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ളതൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു കാണും വരെ ബൈ.